ഇറാനുമായി ചർച്ചയ്ക്ക് തയ്യാറാവുകയാണ് അമേരിക്ക. ഈ ആഴ്ച ചർച്ച നടത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറയുന്നത്. അതുവരെ ഇറാനിലെ ഊർജ്ജ പ്ലാന്റുകളെ ആക്രമിക്കില്ലെന്നും ട്രംപ് പറയുന്നു. അമേരിക്കയും ഇസ്രയേലും ഉടൻ യുദ്ധം നിർത്തണമെന്നും മേഖലയിലെ സമാധാനത്തിന് ചർച്ചയിലൂടെ പരിഹാരം കാണണമെന്നും റഷ്യയും ചൈനയും ആവശ്യപ്പെടുന്നുണ്ട്. അത്തരത്തിലുള്ള മധ്യസ്ഥ ശ്രമങ്ങൾ ആ രീതിയിൽ നടക്കുമ്പോൾ MCA നാസർ കൂടി വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. നാസർ, ഏത് രീതിയിലേക്കായിരിക്കും റഷ്യയും ചൈനയും ഒരു സെറ്റിൽമെന്റിന് തയ്യാറാകുന്നത്? ഒപ്പം അമേരിക്കയുടെ ഒരു ഇടപെടലുണ്ടല്ലോ, ഏറ്റവും വലിയ രീതിയിലേക്ക് എണ്ണവില കുതിക്കുന്നതും മറ്റു രാജ്യങ്ങളൊക്കെ ആ രീതിയിൽ പ്രതിസന്ധിയിലാകുന്നതും കൂടെ കണക്കിലെടുത്തായിരിക്കും ഇത്തരത്തിലൊരു ഇന്റൻസിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് അമേരിക്ക ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അതിലേറ്റ തിരിച്ചടിയോടുകൂടിയായിരിക്കും ഇത്തരത്തിൽ യുദ്ധം നിർത്താൻ ഇറാനുമായി ചർച്ച ചെയ്യാമെന്നുള്ളൊരു രീതിയിലേക്ക് ട്രംപ് പോകുന്നതും അക്കാര്യം വ്യക്തമാക്കുന്നതും. ബിനീഷ, തീർച്ചയായിട്ടും പിന്നിട്ട് 24 ദിവസങ്ങളിൽ ഇറാനിൽ നിന്നുണ്ടായിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രത്യാക്രമണങ്ങൾ, അതോടൊപ്പം തന്നെ നിലവിലുള്ള ആഗോളതലത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഊർജ്ജ പ്രതിസന്ധിയാണ് ഇപ്പോൾ അമേരിക്കയെ ഏറെക്കുറെ ഒരു വിട്ടുവീഴ്ചക്ക് പ്രേരിപ്പിച്ചിരിക്കുന്നത് എന്ന കാര്യം വ്യക്തമാണ്. അല്പം മുമ്പാണ് ട്രംപ് ഇറാന്റെ വൈദ്യുത നിലയങ്ങൾക്കും ഊർജ്ജ കേന്ദ്രങ്ങൾക്കും എതിരെയുള്ള എല്ലാ ആക്രമണവും ഉടൻ നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവിട്ടിരിക്കുന്നത്. അടുത്ത 5 ദിവസത്തേക്കാണ് പൂർണ്ണമായിട്ടും ഇത്തരം ആക്രമണങ്ങൾ പാടില്ല എന്ന് സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതുമാത്രമല്ല, പിന്നിട്ട് 2 ദിവസങ്ങളായിട്ട് ഇറാനുമായിട്ട് ചർച്ച വളരെ വിശദവും ആഴത്തിലുള്ളതും ക്രിയാത്മകവുമായിട്ടുള്ള ചർച്ച നടന്നതായിട്ടും ട്രംപ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആ ചർച്ച കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. കുറെ കൂടി ആഴത്തിലുള്ളതും ക്രിയാത്മകമായും അർത്ഥപൂർണവുമായിട്ടും ആ ചർച്ച മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ഭാഗം എന്ന നിലക്ക് കൂടിയാണ് ഈ വൈദ്യുത കേന്ദ്രങ്ങൾക്കും ഊർജ്ജ നിലയങ്ങൾക്കുമെതിരെയുള്ള എല്ലാ ആക്രമണവും 5 ദിവസത്തേക്ക് നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ അല്പം മുമ്പ് ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. സൈന്യത്തോട് അത്തരം ഒരു നീക്കങ്ങളും ഇറാന്റെ വൈദ്യുത കേന്ദ്രങ്ങൾക്കോ ഊർജ്ജ കേന്ദ്രങ്ങൾക്കോ എതിരെ ഉണ്ടാകാൻ പാടില്ല എന്നുകൂടി ട്രംപ് കർശനമായി നിർദ്ദേശിച്ചിരിക്കുകയാണ്. കാരണം നമുക്കറിയാൻ സാധിക്കും, ഏതാണ്ട് 48 മണിക്കൂർ നേരത്തെ അന്ത്യശാസന സമയപരിധിയായിരുന്നു ട്രംപ് ഇറാന് നൽകിയിരുന്നത്. അത് ഇന്ന് ഈ അർദ്ധരാത്രി അവസാനിക്കാനിരിക്കുകയാണ്. അതിനു മുമ്പ് ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പലുകളുടെ സഞ്ചാരം പൂർണ്ണമായിട്ടും ആ നിയന്ത്രണം ഇറാൻ എടുത്തു മാറ്റേണ്ടതുണ്ട്. ആ എടുത്തു മാറ്റിയിട്ടില്ല എങ്കിൽ ഇറാനിലെ വൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായി തന്നെ തകർക്കുമെന്ന മുന്നറിയിപ്പായിരുന്നു ട്രംപ് നൽകിയത്. പക്ഷേ ഇത് ട്രംപിന് പോലും ഒരുപക്ഷെ അമേരിക്കൻ താല്പര്യങ്ങൾക്ക് പോലും വലിയ തോതിൽ തിരിച്ചടിയാവുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. കാരണം അത്തരമൊരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ മേഖലയിലുള്ള അമേരിക്കൻ വ്യോമ കേന്ദ്രങ്ങളിലേക്കും അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്കുമുള്ള വൈദ്യുതി ആയിരിക്കും ആദ്യം തകർക്കപ്പെടുക. അതോടൊപ്പം തന്നെ മറ്റ് അയൽ രാജ്യങ്ങളിലെ വൈദ്യുത സംവിധാനങ്ങളും തകർക്കുമെന്ന മുന്നറിയിപ്പ് ഇറാനും നൽകി. ഇത് വലിയ തോതിലുള്ള ഒരു പ്രക്ഷുബ്ധാവസ്ഥ ഒരുപക്ഷെ ഈ യുദ്ധത്തിന്റെ ഗതി തന്നെ മാറ്റുമെന്ന ഒരു ആശങ്ക പടർന്നിരുന്നു. അങ്ങനെ മണിക്കൂറുകൾക്ക് മുമ്പ്, അല്ലെങ്കിൽ അത്തരം ഈ സമയപരിധി അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ്. പൂർണ്ണമായിട്ടും ഇറാനുമായി താൻ ചർച്ചക്കൊരുക്കമാണ്. ചർച്ച 2 ദിവസമായി തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ആ ചർച്ച കുറെ കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. എത്രയും പെട്ടെന്ന് ഈ ആക്രമണം അവസാനിപ്പിക്കുമാറ് ചർച്ചയിലൂടെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കും എന്ന ഒരു സമവായത്തിൻ്റെതായിട്ടുള്ള ഒരു സ്വരത്തിലാണ് ഇപ്പോൾ ട്രംപിന്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ചർച്ച നടന്നു. ആ ചർച്ചയ്ക്ക് ആരൊക്കെ മധ്യസ്ഥരായിട്ടുണ്ട്, ആ ചർച്ചയുടെ ഇതുവരെ നടന്ന 2 ദിവസത്തെ ചർച്ചയുടെ സ്വഭാവം എന്ത്, അതിലൂടെ ഏതൊക്കെ കാര്യങ്ങളിലാണ് തീർപ്പുണ്ടായത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഇനിയും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. എന്തായാലും അടുത്ത 5 ദിവസത്തിനുള്ളിൽ ഈ ചർച്ച ഒരു പൂർണ്ണതയിലേക്ക് എത്തുകയും ഒരുപക്ഷെ യുദ്ധവിരാമത്തിലേക്ക് തന്നെ അത് നീങ്ങും. സ്ഥായിയായിട്ടുള്ളൊരു യുദ്ധവിരാമം തന്നെയാണ് അമേരിക്കയും ആഗ്രഹിക്കുന്നത് എന്ന സൂചന കൂടി ഈ ട്രംപിന്റെ പ്രതികരണത്തിൽ വരുന്നുണ്ട്. എന്തായാലും 23 ദിവസത്തിലധികമായി മേഖലയെ നടുക്കം കൊള്ളിച്ച പ്രക്ഷുബ്ധമാക്കിയ ഈ സംഘർഷം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ അവസാനിക്കുമെന്ന വളരെ കൃത്യമായിട്ടുള്ള ഒരു സൂചന കൂടിയാണ് ഈ ട്രംപിന്റെ ഏറ്റവും അവസാനം വന്നിരിക്കുന്ന പ്രതികരണത്തിലുള്ളത്. ആ പ്രതികരണം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും സൈന്യത്തിന് നിർദ്ദേശം നൽകിയിരിക്കുന്നതും ഇറാനിലെ ഒരു നിലയങ്ങൾക്ക് നേരെയും വൈദ്യുത നിലയങ്ങൾക്കോ ഊർജ്ജ കേന്ദ്രങ്ങൾക്കോ നേരെ ഒരു ആക്രമണവും പാടില്ല എന്ന വളരെ കർശനമായിട്ടുള്ള ഒരു മുന്നറിയിപ്പാണ് ഇപ്പോൾ സൈന്യത്തിന് നൽകിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ആ നിർദ്ദേശം ഇസ്രായേലിനും ട്രംപ് നൽകിയിരിക്കുന്നതായിട്ടുള്ള വാർത്തകൾ കൂടി ഈ മണിക്കൂറിൽ പുറത്തു വരുന്നുണ്ട്. നിമിഷ. നാസറ, ഏറ്റവും സുപ്രധാനമായ ഒരു നീക്കം തന്നെയാണ് അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്, ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുണ്ടാകുന്നത്. അത് വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞാൽ അയത്തുള്ള ഖംനായിയുടെ കൊലപാതകത്തിന് ശേഷം, അദ്ദേഹത്തെ കൊലപ്പെടുത്തിയതിനു ശേഷം ഇറാനെ കീഴടക്കാം എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു, ആ രീതിയിലായിരുന്നു യുദ്ധവുമായി മുന്നോട്ട് പോകുന്നത് അമേരിക്ക. പക്ഷേ ഇറാന്റെ ഭാഗത്തുനിന്ന് അത്രയും വലിയൊരു തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന് വേണം കണക്ക് കൂട്ടാൻ. യുദ്ധവുമായി മുന്നോട്ട് പോകുമ്പോൾ ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ആക്രമിക്കുക, ഇറാന്റെ ആണവോർജ്ജ കേന്ദ്രങ്ങൾ, ആണവോർജ്ജ നിലയങ്ങൾ ആക്രമിക്കുക,
വൈദ്യുത നിലയങ്ങൾ ആക്രമിച്ച് നിലം പരിശാക്കിയ ശേഷം ഒന്നുമില്ലാതാക്കിയ ശേഷം ഇറാനെ അങ്ങ് ഏറ്റെടുക്കുക എന്നുള്ളത് തന്നെയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ലക്ഷ്യം വെച്ചത്. പക്ഷേ ഇറാന്റെ ഭാഗത്തുണ്ടായിരുന്ന തിരിച്ചടികൾ അതാണോ താൽക്കാലികമായെങ്കിലും ഒരു വെടിനിർത്തലിലേക്ക് അമേരിക്കയെ കൊണ്ടെത്തിക്കുന്നത്? വിനീഷ്, ഫെബ്രുവരി 28-നാണ് ആയത്തുല്ല അലി ഖാംനെയി ഉൾപ്പെടെയുള്ള നേതാക്കളെയും കമാൻഡർമാരെയും വധിച്ചുകൊണ്ട് ഈ ഒരു ആക്രമണത്തിന് ഇസ്രായേലും അമേരിക്കയും തുടക്കം കുറിക്കുന്നത്. അതോടുകൂടി തന്നെ വളരെ പെട്ടെന്ന് 4 ദിവസത്തിനുള്ളിൽ ഈ ആക്രമണം അവസാനിക്കും, അതോടുകൂടി യുദ്ധലക്ഷ്യങ്ങൾ പൂർണ്ണമായിട്ടും നിറവേറും എന്ന ഒരു പ്രതിജ്ഞയായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു സന്ദേശമായിരുന്നു ട്രംപ് ഭരണകൂടം മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ സ്ഥിതിഗതികൾ പൂർണ്ണമായിട്ടും കൈവിട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് പോയത് ഊർജ്ജ നിലയങ്ങളിലേക്കുള്ള ആക്രമണം വന്നതോടുകൂടി അന്താരാഷ്ട്ര ഊർജ്ജ രംഗത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടായി. അമേരിക്കയും അതോടൊപ്പം തന്നെ അമേരിക്കയോട് ചേർന്ന് നിൽക്കുന്ന പല രാജ്യങ്ങളും ചേർന്നുകൊണ്ട് തങ്ങളുടെ കരുതൽ ശേഖരത്തിൽ നിന്ന് എണ്ണ പുറത്തെടുത്ത് വിപണിയിൽ എത്തിക്കാനുള്ള ഒരു നീക്കം നടത്തി. പക്ഷെ അതുകൊണ്ട് മാത്രം പര്യാപ്തമായി $115 കടന്ന് ബാരലിന് എണ്ണവില മുന്നോട്ട് കുതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അമേരിക്കക്കുള്ളിലാണെങ്കിൽ 65%-ത്തിലധികം അമേരിക്കൻ ജനത തന്നെ ഈ യുദ്ധത്തിനെതിരായുള്ള ഒരു നിലപാടുമായി രംഗത്ത് വന്നു. ഡെമോക്രാറ്റുകൾ മാത്രമല്ല റിപ്പബ്ലിക്കൻ പ്രതിനിധികളും ഈ യുദ്ധ ലക്ഷ്യങ്ങൾ സംബന്ധിച്ചുള്ള വിയോജിപ്പ് പ്രകടിപ്പിച്ചു. അതോടൊപ്പം തന്നെ അമേരിക്കയിലെ ഭീകരവിരുദ്ധ കേന്ദ്രത്തിന്റെ ഡയറക്ടർ തന്നെ ആ സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഈ യുദ്ധം അമേരിക്കയ്ക്ക് വേണ്ടിയോ ലോകത്തിന് വേണ്ടിയോ അല്ല, നേരെ മറിച്ച് ഇസ്രായേലിന്റെ മാത്രം താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള ഒരു യുദ്ധമാണിത്. ഈ യുദ്ധത്തിലൂടെ ലോകത്തിനോ മേഖലക്കോ ഒരു നേട്ടവും കിട്ടാൻ പോകുന്നില്ല, മറിച്ച് അമേരിക്ക കൂടുതൽ കടുത്ത പ്രതിസന്ധിയിലേക്കും സാമ്പത്തികമായിട്ടുള്ള കടുത്ത ശൂന്യതയിലേക്കും പോകുന്നൊരവസ്ഥ ഇതിലൂടെ രൂപപ്പെടും എന്ന ഒരു മുന്നറിയിപ്പ് കൂടിയായിരുന്നു അമേരിക്കയിൽ തന്നെ വലിയൊരു വിഭാഗം ജനപ്രതിനിധികളും വ്യക്തമാക്കിയത്. അങ്ങനെ ആഭ്യന്തര തലത്തിലുള്ള പ്രതിസന്ധി ഒരു ഭാഗത്ത്, ആഗോള ഊർജ്ജ വിപണിയിൽ നേരിട്ട കടുത്ത പ്രതിസന്ധി മറുഭാഗത്ത്, മറിച്ച് ഗൾഫ് രാജ്യങ്ങൾക്ക് പൂർണ്ണ സുരക്ഷ ഒരുക്കേണ്ട അമേരിക്ക തന്നെയും ആ സുരക്ഷാ രംഗത്ത് വലിയ തോതിൽ അവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നിരന്തരമായിട്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം വന്നു. UAE-യിൽ മാത്രം 8 പേർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടു. ഇത്തരം സാഹചര്യങ്ങൾ കൂടിയാണ് ഒരുപക്ഷെ ഈ യുദ്ധം ഇനിയും നീണ്ടുപോവുകയാണെങ്കിൽ, അത് ഊർജ്ജ കേന്ദ്രങ്ങളിലേക്കും വൈദ്യുത കേന്ദ്രങ്ങളിലേക്കും വരികയാണെങ്കിൽ തങ്ങളുടെ താല്പര്യങ്ങൾ വലിയ തോതിൽ തന്നെ ഹനിക്കപ്പെടും. അത് തനിക്കെതിരായിട്ടുള്ള വലിയ ഒരു സമ്മർദ്ദം ആഗോളതലത്തിൽ തന്നെ രൂപപ്പെടുത്തും എന്ന തിരിച്ചറിവിന്റെ കൂടി അടിസ്ഥാനത്തിലാണിപ്പോൾ ഈ ട്രംപിന്റെ മനംമാറ്റം എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും 2 ദിവസമായിട്ട് ഇറാനുമായിട്ട് ചർച്ച നടന്നതായിട്ട് ഇപ്പോൾ ട്രംപ് സ്ഥിരീകരിക്കുന്നു. ആ ചർച്ച വളരെ ക്രിയാത്മകമാണ്, ആ ചർച്ച വളരെ പ്രതീക്ഷ നൽകുന്നതാണ് എന്നുകൂടി ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അടുത്ത 5 ദിവസം കൂടി ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു തീരുമാനം താൻ കൈക്കൊള്ളുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇറാനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്കും വൈദ്യുത നിലയങ്ങൾക്കും നേരെയുള്ള ആക്രമണം പൂർണ്ണമായിട്ട് നിർത്തിവെക്കണമെന്ന ഒരു ഉത്തരവ് കൂടി താൻ ഒപ്പുവെക്കുന്നത് എന്നുകൂടി ട്രംപ് അറിയിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 24 ദിവസം പിന്നിടുമ്പോൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ, ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധലക്ഷ്യങ്ങൾ അമേരിക്കയും ഇസ്രായേലും മുന്നോട്ട് വെച്ച ഒരു യുദ്ധലക്ഷ്യവും പ്രധാനമായിട്ടും അവിടുത്തെ ഒരു റെജീം ചേഞ്ച്, വർഗത്തെ മാറ്റുക, ഭരണ സംവിധാനം മാറ്റുക എന്നത് ഒട്ടും നടന്നില്ല എന്ന് മാത്രമല്ല, യുദ്ധം സംഭവിച്ചതോടുകൂടി 214 കുട്ടികളാണ് ഇറാനിൽ കൊല്ലപ്പെട്ടത്. അത് ജനങ്ങളുടെ ഒരു വികാരം മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോവുകയും ആ ഭരണകൂടത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു സമീപനം, ഒരു സാഹചര്യം രൂപപ്പെടുത്തി എന്ന ഒരു വിമർശനം കൂടി അതിന്റെ ഭാഗമായിട്ട് ഉയരുകയും ചെയ്തു. ഇത്തരം സമ്മർദ്ദങ്ങൾ, ഉള്ളിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങളും അതോടൊപ്പം തന്നെ മേഖലയിൽ നിന്ന് വരുന്ന സമ്മർദ്ദങ്ങളും, ഇതെല്ലാം കൂടി ട്രംപിനെ ശരിയായിട്ടുള്ള ഒരു ഒറ്റപ്പെടലിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ ചർച്ച, ഇപ്പോൾ 2 ദിവസമായി ആരംഭിച്ച ഇറാനുമായിട്ടുള്ള ചർച്ച വളരെ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് രാത്രി അവസാനിക്കേണ്ടിയിരുന്ന താൻ തന്നെ നൽകിയ സമയപരിധി പൂർണ്ണമായിട്ടും അതിൽ നിന്ന് പിൻവാങ്ങുകയും അടുത്ത 5 ദിവസത്തേക്ക് കൂടി എത്തരം ഒരു ആക്രമണവും ഇറാന് നേരെ, ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെ, അതോടൊപ്പം തന്നെ വൈദ്യുത നിലയങ്ങൾക്ക് നേരെ ഉണ്ടാകാൻ പാടില്ല എന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ഒരു ഉത്തരവ് കൂടി ഇപ്പോൾ ട്രംപ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. വിനീഷ.